ബീട്രൂട്ട് ഉള്ളത് കൊണ്ട് നല്ലൊരു കളറുണ്ട് കേട്ടോ. ജാസി പറഞ്ഞ ഫേസ് പാക്ക് കിടിലമാണോ ഗൈസ്? നമുക്ക് നോക്കാം കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിങ്സ് പേരാമി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് നമ്മൾ ഒരാളുടെ സ്കിൻ സീക്രട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ. വേറെ ആരുടെ അല്ല. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ജാസിയുടെ. നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ജാസി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. വേറെ ഒന്നല്ല, ജാസിയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ വീഡിയോസും. അടിപൊളിയാണല്ലേ. അപ്പോൾ ഞാൻ ജാസിയുടെ വീഡിയോസ് കാണുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഇത് ഇങ്ങനെയാണ് ഇത്രയും കളറെന്ന്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പുള്ളി ഫിൽറ്ററൊക്കെ ഇട്ടായിരിക്കും ചെയ്യുന്നത്, പക്ഷെ ഫിൽറ്റർ ഇടാണ്ട് ചെയ്യണ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ ഇതൊരു കളറാതെ. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്രതീക്ഷിതമായിട്ട് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. ജാസിയുടെ സ്കിൻ സീക്രട്ട് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണുണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വിചാരിച്ചു ഒന്ന് പരീക്ഷ നോക്കണം. കാരണം ആ കളർ ഭയങ്കര കളറാണ്. നമ്മൾ കയ്യിലൊക്കെ ഉള്ള കളറൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഏതൊരാളും നമ്മൾ നോക്കുമല്ലോ, ഏതൊരാളും വിചാരിക്കും ഇതെങ്ങനെ ഇത്രയും കളറെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ആ ഒരു സ്കിൻ സീക്രട്ട് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. പാക്കിനെ പറ്റി പറയുവാന്നുണ്ടെങ്കിൽ നമുക്ക് അധികം അങ്ങോട്ട് പൈസ ചിലവോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ എപ്പോഴും കാണുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് പുറത്ത് പോയി ഇന്ന സാധനം മേടിച്ചുകൊണ്ട് വന്ന് ചെയ്യണമല്ലോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണുന്ന ഐറ്റംസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ആ ഫേസ് പാക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്നുള്ള വീഡിയോയിലോട്ട് പോട്ടാം. നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ടൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഐറ്റമല്ലോടെ. അപ്പം ബീട്രൂട്ട് എടുക്കുക, പിന്നെ ഒരു തുള്ളി പാല്. തുള്ളി എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്ലാസ് ഒക്കെ എല്ലാവരുടെ വീട്ടിലും കാണും. ഞാൻ ആ ഗ്ലാസ് എടുക്കുന്നത് എല്ലാവരുടെ വീട്ടിലും ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്ലാസ് കാണും. അതുകൊണ്ടാണ് കേട്ടോ അളവിന് എടുക്കുന്നത്. ഇച്ചിരി പാല്, കാച്ചാത്ത പാല്. അതിനുശേഷം നമ്മൾ പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കണം കേട്ടോ. പുളിയുള്ള തൈര് നമ്മുടെ ഫേസിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുളിയില്ലാത്ത തൈര് എടുക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ തൈര് എടുക്കുമ്പോഴത്തേക്ക് 2 ടീസ്പൂൺ തൈര് എടുക്കാൻ വേണ്ടി നോക്കുന്നതിൽ നല്ല അടിപൊളിയായിട്ട് അരഞ്ഞു വരത്തുള്ളൂ. നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പരുവത്തിൽ നല്ലപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിക്കോളാം. കണ്ടോ, ഇതുപോലെ നല്ലപോലെ അരച്ചെടുക്കുക. ഈ കട്ടിയായിട്ടൊന്നും കിടക്കരുത്. ബീട്രൂട്ട് കട്ടിയായിട്ടൊന്നും കിടക്കരുത്. നല്ലപോലെ അരച്ചെടുക്കുക. പിന്നെ അതിനുശേഷം അതിലേക്ക് വേണ്ടത് ഈ പയറും ഉലുവയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് പൊടിക്കണം കേട്ടോ. നമ്മൾ ആ ഉലുവയും പയറും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ആ പൊടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ഈ ഒരു ഉലുവ പയറ് പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. രണ്ടും കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഇളക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കി നല്ലപോലെ യോജിപ്പിക്കുക. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടോ. ഇതിന് ഫേസിൽ അപ്ലൈ ആട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ആ ഫേസ് പാക്ക് ഉണ്ടാക്കിയത്. നിങ്ങൾ കണ്ടല്ലോ അത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് റെഡി ആയിട്ട് വന്നേക്കുവാണ്. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നേക്കുവാണ്. നമ്മുടെ ഫേസ് പാക്ക് കണ്ടല്ലോ. ആ ഫേസ് പാക്കിന്റെ കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത്രയും കുറച്ച് കട്ടിയിൽ അരച്ചെടുക്കാൻ വേണ്ടി നോക്കുക. കാരണം എന്താ വെച്ചാൽ ഫേസിൽ ഇരിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കോളാം. പിന്നെ ഞാൻ ഫേസിൽ കുറച്ച് പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൗഡർ ഒന്ന് മാറ്റട്ടെ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഫേസിൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഫേസിലൊന്നും അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസിൽ ഒരു ഫേസ് പാക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇടാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പം നമുക്ക് ഫേസിലെ പൗഡർ മാറ്റാം കേട്ടോ. അപ്പം ഞാനൊരു കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട്, വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. നല്ലപോലെ തുടയ്ക്കാം. കാരണം പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ, അല്ലാണ്ട് വലിയ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇത് വെച്ച് തുടച്ചാൽ മതി. അല്ലാണ്ട് നല്ലതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ഇട്ട് ഫേസ് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കും കുറച്ച് ഐലൈനറും. അത് കുഴപ്പമില്ലല്ലോ, നമ്മൾ കണ്ണിന്റെ സൈഡിലൊന്നും ഇടുന്നില്ലല്ലോ, പിന്നെ കുഴപ്പമില്ല. കണ്ണാടിയാണ് കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസിലും കാണും കണ്ണാടി. കാരണം നമുക്ക് സ്ക്രീനിലോട്ട് നോക്കി എത്രയും ചെല്ലാണ് നമ്മൾ ചെയ്യണേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. പൗഡറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. കാര്യത്തിലോട്ട് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ബീട്രൂട്ട് ഉള്ളത് കൊണ്ട് നല്ലൊരു കളറുണ്ട് കേട്ടോ. ഫേസ് പാക്കിന് നല്ലൊരു കളറുണ്ട്. നല്ല കുറച്ച് കട്ടിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ജാസ്തി ഇതിൽ കുറച്ച് കട്ടിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് കട്ടിക്ക് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു കുളിർമയുണ്ട് കേട്ടോ. നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത സമയത്ത്. ഇതിനകത്ത് തൈരും പാലും ഒക്കെ വരുന്നോണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ അതിൽ പറയുന്നുണ്ട് എന്താണ്, ഒരുപാട് ഓവറായിട്ട് ഉണങ്ങണ്ട, ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒരു പകുതി ഉണങ്ങുന്ന സമയത്ത് തന്നെ മുഖം വാഷ് ചെയ്യാം.
എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഓയിൽ സ്കിന്നുകാർക്കൊക്കെ അടിപൊളിയാണ്, പിന്നെ ഡ്രൈ സ്കിന്നുകാർക്കും അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് ഇതിനകത്ത്. കാരണം ഇതിനകത്ത് ഉലുവ വരുന്നുണ്ട്. ഈ ഉലുവ വരുന്നതുകൊണ്ട് ഒരു പശവശപ്പുണ്ട് കേട്ടോ ഇതിന്. കണ്ടോ, ഉലുവ വരുന്നുണ്ട്, ഒരു പശവശപ്പുണ്ട്. അപ്പൊ ഈ ഉലുവ ഉള്ളത് കാരണം നമ്മുടെ ഈ ഫേസ്, ഈ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഫേസിൽ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലോ തരാനൊക്കെ ഈ ഒരു ഫേസ് മാസ്ക് ഹെൽപ്പ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ഓയിലി സ്കിന്നുകാർക്കൊക്കെ അടിപൊളിയാണ് എന്ന് ജാസ്തി ഇതിൽ പറയുന്നുണ്ട്. സത്യമാണ്. പിന്നെ ഓയിൽ സ്കിന്നുകാർക്ക് ചില ആൾക്കാർക്കൊക്കെ ഈ എന്താണ് ഈ തൈരും പാലും ഒന്നും അത്ര പിടിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ അടങ്ങുന്നതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് അലർജി ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാ ആൾക്കാരുടെ സ്കിൻ ഒരേപോലെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മറന്നു പോകരുത്. പിന്നെ ഈ ഉലുവ അടിപൊളിയാണ് കേട്ടോ. ഞാൻ കുറച്ച് നാളുകൊണ്ട് എൻ്റെ ഫേസിൽ വന്നിട്ടുള്ള ഈ പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഉലുവയും പാലും മാത്രം വച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കി മുഖത്തിടാറുണ്ട്. പക്ഷേ സൂപ്പറാണ് കേട്ടോ. നമുക്കൊരു അടിപൊളി ഒരു ഗ്ലോ തരാനൊക്കെ ഈ ഉലുവ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി ഫേസ് മാസ്ക് ആണ്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ. ഈ എന്താണ് നാച്ചുറലായിട്ട് ഫേസ് പാക്ക് ഒക്കെ അധികം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക. അതിൻ്റെ ആ വ്യത്യാസം നിങ്ങൾക്ക് അടുത്തറിയാൻ വേണ്ടി പറ്റും. മീശയിലൊക്കെ ഇട്ട് കേട്ടോ. കഴുത്തിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലൂടെ അപ്ലൈ ചെയ്ത്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുത്തിൽ അപ്ലൈ ചെയ്യണില്ല. ബാക്കി ഞാൻ വച്ചേക്കും. വൈകുന്നേരം കുളിക്കാൻ പോണ സമയത്ത് ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യും. അപ്പം ഞാൻ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് ഉണങ്ങണ്ട. പേടിച്ചു പോയി ഗൈസ്. ഇവിടെ എന്തോ വന്ന പോലെ എനിക്ക് തോന്നി. ഓ ദൈവമേ, സ്ലൈഡ് പോയി വീണതാ, വേറെ ഒന്നല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഫേസിൽ ഫുള്ളായിട്ട് ഇങ്ങനെ അധികം നല്ല അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഏതൊരു പാക്ക് ഇടുമ്പോഴും നിങ്ങൾ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഡ്രൈ ആവേണ്ട, അതിൽ നന്നായിട്ട് ഉണങ്ങേണ്ട ഫേസ് പാക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് കട്ടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് താമസിക്കും. ഇതിപ്പോൾ പകുതി ഉണക്ക് മതിയെന്ന് ആ വീഡിയോയിൽ ജാസ്തി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. പകുതി ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് റിമൂവ് ആക്കാം. അല്ലെങ്കിലും എനിക്ക് താല്പര്യം ഈ നമ്മുടെ ഈ ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുഖത്ത് അത്യാവശ്യം കട്ടി കിട്ട് കൊടുക്കുന്നതാണ് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പലർക്കും പല അഭിപ്രായമാണ്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് പകുതി ഉണങ്ങട്ടെ. പകുതി ഉണങ്ങുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇച്ചിരി സമയം എടുക്കുമായിരിക്കും. എങ്ങനെ നോക്കിയാലും ഒരു 20 മിനിറ്റിൽ കൂടുതൽ എടുക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് അധികം സംസാരിക്കാൻ പാടില്ല കേട്ടോ. ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ വലിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫേസിൽ ഈ ഫേസ് മാസ്ക് ഇട്ടുന്ന വലിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഇപ്പം എൻ്റെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് കേട്ടോ. എന്തായാലും ഇത് ഉണങ്ങട്ടെ. ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് ഫൈനലി ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിട്ടില്ല. എന്നാൽ എന്താണ് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവേണ്ട. നിങ്ങളാരും ഇങ്ങനെ സംസാരിക്കില്ല കേട്ടോ. ഫേസിൽ ചുളിവ് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ പിന്നെ അങ്ങ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് സംസാരിച്ചതാണ്. കാരണം നമ്മൾ ഫേസിൽ ഇങ്ങനെ ഓരോന്നൊക്കെ അപ്ലൈ ചെയ്തിട്ടേ നമുക്കിങ്ങനെ ഫേസിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചുണ്ട് മാത്രം ഇതുപോലെയാണ് എനിക്ക് സംസാരിക്കുക. അതാണ് നല്ലത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതെന്തായാലും അങ്ങോട്ട് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫേസിൽ എന്താണ് മാറ്റം വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഈ കോട്ടന്റെ പാഡ് ഉപയോഗിച്ച് വെള്ളം തൊട്ട് ഇങ്ങനെ തുടച്ച് ഒപ്പിക്കൊടുക്കാം കേട്ടോ. ഒപ്പിക്കൊടുത്തതിന് ശേഷം നമുക്കിത് റിമൂവ് ആക്കാം. നമ്മൾ ഇതിട്ടതിന് ശേഷം സോപ്പിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്ത് കളയണ്ട കേട്ടോ. കാരണം അത് പയറുപൊടിയൊക്കെ വരുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു, എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ, പയറുപൊടി ഇട്ടിട്ടായിരുന്നു അവർ കുളിക്കേണ്ടായിരുന്നത്. അവരിങ്ങനെ എന്താണ് സോപ്പൊന്നും യൂസ് ചെയ്തിരുന്നില്ല. പണ്ടൊക്കെ പയറുപൊടിയായിരുന്നു. അപ്പോൾ അത് മാത്രം മതി. അന്ന് ഈ സോപ്പും ഫേസ് വാഷും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പയറുപൊടി ഇട്ടിട്ടായിരുന്നു ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് സോപ്പ് ഉപയോഗിക്കേണ്ട പിന്നെ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വയറുകൂടി വരുന്നതുകൊണ്ട് നമുക്ക് സോപ്പ് ഉപയോഗിക്കണ്ടേ. അതുപോലെ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് ഉടനെ ഒന്നും പോയി സോപ്പ് ഇടുക അല്ലെങ്കിൽ ഫേസ് വാഷ് ഇടുക ഒന്നും ചെയ്യരുത്. കാരണം നമ്മൾ ആ ഫേസ് പാക്ക് ഇട്ട് എൻ്റെ എഫക്റ്റ് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും നമുക്കിത് റിമൂവ് ചെയ്യാം. അയ്യോ, ജാസി പറഞ്ഞ ഫേസ് പാക്ക് കിടിലമാണോ ഗൈസ്? നമുക്ക് നോക്കാം കേട്ടോ.
മൊത്തത്തിൽ റിമൂവ് ആക്കി നോക്കാം കേട്ടോ. മൊത്തത്തിൽ റിമൂവ് ആക്കി നോക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഉള്ള ആ ഒരു എന്താണ് നമ്മുടെ ഫേസിൽ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഉണ്ടായ മാറ്റം ഞാൻ പറഞ്ഞുതരാം. കൊള്ളാട്ടോ സംഭവം. മൂക്കുത്തിട്ടവരൊക്കെ സൂക്ഷിച്ച് റിമൂവ് ചെയ്യാട്ടോ. കാരണം മൂക്കുത്തിയിലൊക്കെ ഇതുപോലെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണത് മാറ്റാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മൂക്കുത്തി ഉള്ളവരൊക്കെ ആ മൂക്കുത്തിയിൽ ഇങ്ങനെ പെടാണ്ട് ഫേസിൽ ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യാട്ടോ. നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ നിന്ന് ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, നമ്മുടെ ഫേസ് നല്ല കണക്ക് ബ്രൈറ്റ് ആവും കേട്ടോ. അതുപോലെ നല്ലൊരു ഗ്ലോ ഒക്കെ വെച്ചിട്ടുണ്ട്. എത്രത്തോളം കാണാൻ പറ്റുന്നത് എനിക്ക് അറിയത്തില്ല, പക്ഷെ അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ്. ഒന്നും പറയില്ല കേട്ടോ, ജാസി പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം ഫസ്റ്റ് യൂസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്ന്. നിങ്ങളൊന്ന് ആലോചിക്കും, നേരത്തെ പൗഡർ ഇട്ടിരുന്ന എൻ്റെ മുഖത്തെക്കാളും ഇപ്പം എൻ്റെ മുഖത്ത് നല്ല കളർ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി ഒറ്റ യൂസിൽ ആലോചിക്കുക, നമ്മൾ ഒറ്റ വട്ടം യൂസ് ചെയ്തപ്പോൾ ഇത്രയും റിസൾട്ട് ഉണ്ട്. ഒറ്റ വട്ടം യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ലൊരു റിസൾട്ട് ഉണ്ട്. അപ്പം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എങ്ങനെയാവും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. എന്നാലും ഞാനിത് കുറച്ച് നാളത്തേക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് വേറെ ഒന്നും കൊണ്ടില്ല, നമ്മൾ ചർമ്മം കണ്ട പ്രായം തോന്നിയിരുന്നില്ലേ. അത് എല്ലാ ആൾക്കാർക്കും അത് ഉള്ളതാണ്. ഇനി ചിലവർ ചോദിക്കും പിന്നെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്. നമുക്ക് കുറച്ച് പ്രായമായാലും നമുക്ക് പ്രായം തോന്നി എന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കും ഭയങ്കര പ്രായമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കരുത്. എന്നാലും നമുക്ക് എപ്പോഴും യങ്ങായിട്ടിരിക്കണം അല്ലേ, നമ്മളെപ്പോഴും ഇങ്ങനെ യങ്ങായിട്ടിരിക്കണം. നമുക്കതാണ് എല്ലാവർക്കും അതാണ് ഇഷ്ടം. അപ്പം ജാസിയുടെ ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റണം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. വെറുതെ എനിക്ക് പറയാനില്ലേ, കോളേജിൽ പോകുന്ന കുട്ടികളും അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ്, അതിൽ ഒരു മാറ്റമില്ല, നല്ല ഫേസ് പാക്ക് ആണ്. അപ്പം ജാസി താങ്ക് യു സോ മച്ച്. കാരണം ഇങ്ങനെ ഒരു ഫേസ് പാക്ക് തന്നെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഒരു 4 മാസം മുന്നേ ഞാൻ തോന്നി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്, യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ കാണുന്നത് ഇപ്പോൾ 2 ദിവസം മുന്നെയാണ്. എന്തായാലും നല്ലൊരു ഫേസ് പാക്കാണ്, നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് തുടങ്ങിക്കൂടാ, അടിപൊളിയാക്കും, ഫേസ് ഒക്കെ സെറ്റ് ആക്കും. അപ്പോൾ എന്താണ് ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് സബ്സ്ക്രൈബ് ആണ് തൊട്ടിപ്പുറത്ത് ബെല്ലൈക്കൻ കൂടി ഉണ്ട്. അതിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയൊക്കെയുള്ളൂ പറയാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സ് ആർ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ പറയാൻ വേണ്ടിയിട്ട് അടുത്തൊരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും